ഹായ് ആർമീസ്, ഞാൻ ജോസിന് വേണ്ടിയിട്ട് 29th എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പിസോഡ് വലിയ ലെങ്ത്തൊന്നുമില്ല. ഞാൻ എപ്പിസോഡ് ചെയ്തുകൊണ്ട് സമയത്ത് എനിക്ക് സുഖമില്ലാതായി, ഒട്ടും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ചെയ്തത് വെച്ച് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഓണത്തിന് എന്തായാലും എനിക്ക് അവധിയുണ്ട്. ആ ടൈമിൽ എന്തായാലും 2-3 എപ്പിസോഡ് ഞാൻ ഇടാൻ ശ്രമിക്കാം, അത് ലെങ്ത്ത് കൂട്ടി. അപ്പോൾ എല്ലാവരും പോയി എപ്പിസോഡ് കണ്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ് എന്തായാലും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ്. നിനക്ക് മനസ്സിലായില്ലേ എന്തിനടിച്ചെന്ന്? മനസ്സിലായില്ലെങ്കിൽ പൊന്നുമോള് കാത് തുറന്നൊന്ന് കേട്ടോ. ഇപ്പം നീ എൻ്റെ അനിയൻ്റെ ലൈഫ് കെയർ കുറിച്ച് കളിക്കുന്നുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. അപ്പോ ഡോക്ടർ സിദ്ധാർത്ഥ് എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണ്. ആണെങ്കിൽ മോൻ അറിഞ്ഞതും കേട്ടതൊക്കെ വെച്ച് വിട്ടു, അല്ലാതെ എനിക്കിട്ടുണ്ടാക്കാൻ വരല്ല. വന്ന് കഴിഞ്ഞ എന്തൊക്കെ സംഭവിക്കുമെന്ന് അനിയൻ പറഞ്ഞു തന്ന് കാണൂല ചേട്ടന്. എടി, നീ അവനിട്ടുണ്ടാക്കുന്ന പോലെ എനിക്കിട്ടുണ്ടാക്കല്ലേ. എൻ്റെ അനിയനെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ നിൻ്റെ അടുത്ത് രക്ഷിച്ചിരിച്ചു. നീ എന്ത് മൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാലും എന്നാ ചേട്ടൻ അനിയനെ അങ്ങ് രക്ഷിച്ചു. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സിദ്ധുവേട്ടൻ എങ്ങനെയാടി ഒറ്റയ്ക്കാവുന്നേ? ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ സിദ്ധുവേട്ടൻ എങ്ങനെയാടി ഒറ്റയ്ക്കാവുന്നത്? അതും നിന്നെ ത്രിലോകിന്റെ ലൈഫിൽ നിന്ന് ഇറക്കി വിടുന്ന കാര്യത്തില്. നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ലെങ്കിലേ ഉള്ളൂ പാർത്ത. അപ്പോ ചേട്ടനും അനിയന്മാരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് എനിക്കിട്ട് പണിയാനാണ് പ്ലാൻ. അന്നായിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങളങ്ങ് ചെയ്യ. എന്നാ ശരി. സിദ്ധുവേട്ട, ചേട്ടനോട് എന്താ ചോദിക്കാൻ പോണെന്ന് എനിക്കറിയാം. എൻ്റെയും ത്രിലോകിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊന്നും തുടങ്ങി വെച്ച് ഞാനല്ല, ത്രിലോക. അവൻ എന്നെ ഒരിക്കലും ഒരു സഹോദരനായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ അവനെ എൻ്റെ സഹോദരനായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്, അന്നും ഇന്നും ഇനി അങ്ങോട്ടും. എൻ്റെ സഹോദരൻ ലൈഫിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ ആസ് എ ബ്രദർ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യണം, അവൻ്റെ കൂടെ നിൽക്കണം. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ നീയ, അവളെൻ്റെ പണ്ട് തൊട്ടേ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവളെ ത്രിലോകിലേക്ക് ഇറക്കി വിടാൻ ഒരു അവസരം നോക്കി ഞാൻ നടക്കുക. അതെൻ്റെ ഫ്രണ്ട് വീണ് കിട്ടുമ്പോൾ ഞാനത് വെറുതെ പാഴാക്കി കളയണം. പിന്നെ അവൾ പറഞ്ഞ ഫോട്ടോസും വീഡിയോസും അതവളെ സോഷ്യൽ മീഡിയ ഇട്ടാ നമ്മുടെ ഫാമിലി ആയിരുന്നവർക്ക് എന്തെങ്കിലും സങ്കടവും ചേട്ടൻ അറിയാലോ. അതുപോലെ തന്നെ അത് നമ്മുടെ ബിസിനസ്സിനെ എന്തുമാത്രം ബാധിക്കുമെന്ന് ചേട്ടൻ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ സംഭവിക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. പാർത്ത്, ഞാൻ നിന്നെപ്പറ്റി ഇങ്ങനെയൊന്നും അല്ല ചിന്തിച്ച് വെച്ചത്. അത് തെറ്റായെന്ന് ഇപ്പോൾ തോന്നുന്നു. താങ്ക്സ് എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതിന്. സിദ്ധുവേട്ട, താങ്ക്സ് എന്തിനാ? നിങ്ങളെൻ്റെ ബ്രദറല്ലേ? ത്രിലോക് എൻ്റെ ബ്രദറാണ്. ബ്രദേഴ്സിൻ്റെ ഇടയിൽ എന്തിനാ താങ്ക്സ് സോറി? നിങ്ങളെന്നെ അന്യനെ പോലെ കാണല്ലേ. പിന്നെ ചേട്ടൻ തന്നെ പറ്റി കരുതി വെച്ചേക്കാൻ എനിക്കറിയില്ല, പക്ഷേ ഞാൻ അത്രയ്ക്കും കൊല്ലാത്തവനൊന്നുമില്ല. പാർത്ത്, ഞാൻ അങ്ങനെയൊന്നും അല്ലടാ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ചേട്ടന് എന്നെ മനസ്സിലാക്കാൻ അവസരം ഞാൻ തന്നിട്ടില്ല. അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ, ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. കുഞ്ഞുങ്ങളെ തറവാട്ടി വരാൻ നേരത്ത് ചേട്ടൻ്റെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്ന ത്രിലോകിനെയും കരനെയും ഋത്തിക്കിനെ മീനിനെയും
ലച്ചുവിനെ കുഞ്ഞിനൊക്കെ കാണുമ്പോൾ എനിക്കും അങ്ങനെ വഴക്കിടാൻ വരുന്നതെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പുറകെ നടക്കണമെന്നും തോന്നിയിട്ടുണ്ട്. പക്ഷേ ചേട്ടന് ട്രിലോഗിനെ ആയിരുന്നല്ലോ ഇഷ്ടം. ഞാൻ പറഞ്ഞ എന്നെ കൂടെ കൂട്ടിയില്ലല്ലോ എന്ന് കരുതിയിട്ടാ വരാഞ്ഞ്, അല്ലാതെ ഇഷ്ടമല്ലാത്തതുകൊണ്ടൊന്നുമില്ല കേട്ടോ. പാർത്ത്, നീ എന്താണ് ഈ പറയുന്നത്? എടാ, നിന്നെ ഇവന്മാരൊക്കെ ഞാൻ ഒരുപോലെ കണ്ടിട്ടുള്ളൂ. സമ്മതിച്ചു, എനിക്ക് ഇച്ചിരി സ്നേഹം ത്രിലോകനോട് കൂടുതലാണ് എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കൂടെ കൂട്ടാതിരിക്കുമോ? എടാ, നീ എപ്പോഴും നീ എന്നോട് അധികം ക്ലോസ് ആയിട്ട് പെരുമാറാറില്ല. ആവശ്യത്തിനൊക്കെ മാത്രം സംസാരിക്കുന്നതുകൊണ്ടും ഞാനും അത്രേ നിന്നോട് സംസാരിച്ചിട്ടുള്ളൂ. മേ ബി ഞാൻ വിചാരിച്ചു നിനക്ക് എന്നെ ഇഷ്ടം ഉണ്ടാകില്ല, അതുകൊണ്ട് ഇവരെ പോലെ അത്ര ക്ലോസ് ആകാത്തേന്ന്. അല്ലാതെ ഒന്നും ഇല്ലടാ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വെച്ചത്? ഐ ആം സോറി സിദ്ധേട്ടാ. ഇറ്റ്സ് ഓക്കെ പാർത്ത്. ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ചും കൂടെ നേരത്തെ സംഭവിക്കാതിരുന്നല്ലേ കാരണം. എന്നാ ഇവര് അലിയനെ കൊണ്ട് ഇങ്ങനൊരു ഗുണമെങ്കിലും ഉണ്ടായല്ലോ. എന്താടാ നിങ്ങൾക്ക് രണ്ടിനും? ഗൈസ്, അതൊക്കെ വിടും. ലിയയുടെ കഥ തീരുമാനം ഉണ്ടാക്കണം, അതിനെപ്പറ്റി ആലോചിക്കുക. പാർത്ത്, അവളുടെ കയ്യിലെ ഫോട്ടോസും വീഡിയോസും ഒരിക്കലും പുറത്തു പോകില്ല. അത് നമ്മുടെ കൈ കിട്ടും വേണം. ആ രീതി വേണം അവൾക്കിട്ട് പണിയാൻ. പക്ഷെ എന്ത് ചെയ്യുമെന്ന് അതൊരു ഐഡിയ ഇല്ലല്ലോ. സിദ്ധുവേട്ടാ, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അത് ത്രിലോകിൻ്റെ ഐഡിയ തന്നെയാണ്. അത് നമുക്കിവിടെ പറ്റാം. ഞാൻ പറയുന്ന പോലെ ത്രിലോക് ലിയോട് പറയണം. അത് നിങ്ങൾ തന്നെ ചെയ്യിപ്പിക്കണം. അന്ന് നമുക്ക് നാളെ രാവിലെ തന്നെ ലിയോയുടെ തീരുമാനം ഉണ്ടാക്കാം. എന്താ പാർത്ത്, നീ പറ. എന്ത് തന്നെ ആയാലും ഞാൻ ത്രിലോകിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. എനിക്ക് എന്തായാലും ലിയുടെ അത് തീരുമാനം ഉണ്ടാക്കി വെച്ചാൽ മതി. നീ പോയില്ലായിരുന്നു? ഞാൻ കാരണോട് നിന്റെ ചോദിച്ചപ്പോ നീ പോയെന്ന് അവൻ പറഞ്ഞു. എടി സിധു നിന്നോട് എന്താ പറഞ്ഞേ? ഞാൻ പോയതാ, എൻ്റെ ഫോണിവിടെ മറന്നു വെച്ചിട്ട് പോയി. അതെടുക്കാൻ വേണ്ടി വന്നാ. പിന്നെ നിന്റെ ചേട്ടൻ എൻ്റെ മോന്തക്കിട്ടും തന്നു. പിന്നെ എന്നെ കുറെ വെല്ലൊക്കെ വിളിച്ചിട്ടാ പോയത്. ഓഹ്, സോറിയടി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലക്ഷ്മി ഇതൊന്നും അറിയില്ലൂ. ഇനി ഇത് വീട്ടിലിറങ്ങിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. എനിക്ക് അങ്ങോട്ട് പോകാനേ പേടിയായിട്ട് വയ്യ. മാമാത്തോലി, ഇനി ആരും പേടിക്കണ്ടല്ലോ, അതോർത്ത് സമ്മതിരിക്കാം. പിന്നെ മരുന്നൊക്കെ വെച്ച് പോകണം. ഇത് കേട്ടാ മതി എനിക്ക്. ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഇത്രയും ദിവസം നീ എൻ്റെ ത്രിലോകല്ലായിരുന്നു, ഇപ്പോഴാണ് നീ എൻ്റെ ത്രിലോകമായത്. എടി, ഇതൊക്കെ വീട് കഴിഞ്ഞു പോയി കാര്യമല്ല. എടി, എന്നാൽ ഞാൻ ഇറങ്ങുക. എനിക്ക് വീട്ടിൽ പോകാൻ ടൈമായി. ഇപ്പം തന്നെ കുറെ ലേറ്റാണ്. പിന്നെ ഈ 5 ഫയല്, ഫസ്റ്റ് ഫയല് നീ രാത്രി തന്നെ ചെക്ക് ചെയ്തിട്ട് നാളെ കൊണ്ടുവരും. ബാക്കി 4 നീ എടുത്ത് വെച്ചേക്ക്. ഇപ്പം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ മറക്കാതെ കൊണ്ടുവന്നേക്കണേ. എന്നാൽ ശരി, ഞാൻ പോവാം. അല്ല, നിന്നെ ഞാൻ വീട്ടിലേക്ക് ആക്കണോ? ആ, ഞാൻ നാളെ തന്നെ ചെക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കാം. പിന്നെ എന്നെ വീട്ടിലാക്കണ്ട, ഞാൻ കാറിലാണ് വന്നത്. എന്നാൽ ശരി, നീ വിട്ടോ. ഇങ്ങനോട് ഇവളുടെ ഒന്ന് കുറച്ച് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുവാണല്ലോ കടന്ന്. എങ്ങനെയൊക്കെ ചെയ്താലാണ് അവളെ വിശ്വസിക്കുള്ളൂ. ഇപ്പം ത്രിലോകേട്ടൻ തെളിയിക്കേണ്ട അത്യാവശ്യമാണ്. ത്രിലോകേട്ടൻ പറഞ്ഞിട്ടൊന്നുമല്ല സിദ്ധു വന്നത്, ലക്ഷ്മി പറഞ്ഞിട്ടാണ് സിദ്ധു വന്ന് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന്. അല്ലെങ്കിൽ അത് വലിയ പണിയാകും. അതൊക്കെ സമ്മതിച്ചു. നമ്മൾ ഈ പ്ലാൻ ചെയ്ത പോലെയൊക്കെ നാളെ നടക്കുമോ? നടക്കും. നടക്കാതെ അവിടെ പോകണം. അവളെ ഞാൻ ത്രിലോകന്റെ ലൈഫിൽ നടക്കണമെന്ന് ആവശ്യിച്ചുകൊണ്ട് ഞാൻ ഇറക്കിയിരിക്കും, എന്ത് തന്നെ വന്നാലും. ലക്ഷ്മി, നിർമ്മല, ഈ ദൈവം ത്രിലോകം പാർത്തൊക്കെ ഇത്ര രാവിലെ എങ്ങോട്ട് പോയതാ? ഞാൻ മേളിൽ നിൽക്കുമ്പോൾ ഇവരൊക്കെ പോകുന്നേ കണ്ടതാ. ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. അതൊന്നും പറയണ്ട എൻ്റെ അമ്മേ. നമ്മുടെ ഓഫീസ് ജോലികൾ ലീന്ന് പറഞ്ഞു പെങ്കൊച്ചോട്ട്.
അവളിൽ നടക്കാനിരുന്ന നമ്മുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിൻ്റെ ഫയലെല്ലാം കൂടെ മോഷ്ടിച്ചു. അത് വേറൊരു കമ്പനിക്ക് ഇന്ന് 10 മണിക്കുള്ളിൽ വിൽക്കാനാണായിരുന്നു അവളുടെ പരിപാടി. അതിനുള്ളിൽ എല്ലാവരും എല്ലാം കണ്ടുപിടിച്ചു. ലിയോ? ആ, ലിയ. നിങ്ങളുടെ ലിയനറിയോ? ഞാൻ ത്രിലോകേട്ടൻ്റെ കൂടെ ഓഫീസിൽ പോയ ടൈമിലൊക്കെ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്കറിയോ, ആ കൊച്ചി നമ്മുടെ ഓഫീസിൽ കുറേ കാലമായിട്ട് ജോലി ചെയ്യുന്നതാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാണ്. ആ കൊച്ചി ഇങ്ങനെയൊക്കെ ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പിന്നെ നമുക്കറിയില്ലല്ലോ ഇത്ര മനസ്സിൽ എന്തൊക്കെ ഇരിക്കണേന്ന്. ദേവേട്ടനാണെങ്കിൽ ഭയങ്കര സങ്കടം. ആ കൊച്ചി ഇങ്ങനെ ചെയ്യുന്ന ആളല്ലെന്ന് എന്നെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് പറയാനാ. അല്ല നിർമ്മലെ, ആ കൊച്ചിയൊക്കെ ചെയ്തെന്ന് എങ്ങനെയാ കണ്ടുപിടിച്ചത്? അതമ്മ, ഇന്നത്തെ പ്രോജക്റ്റിനുള്ള ഫയലൊക്കെ ത്രിലോകിൻ്റെ കയ്യിലായിരുന്നു. അവൻ പോകുന്നതിന് മുമ്പ് അവൻ്റെ ക്യാബിന് വെച്ച് പൂട്ടിയിട്ടാണ് അവൻ ഇറങ്ങിയത്. അവൻ ഇറങ്ങിയ പുറകെ അവൾ കയറി ക്യാബിൻ തുറന്നു ആ ഫയൽ എടുത്തുകൊണ്ട് പോയി. ലേറ്റായിട്ട് ഇറങ്ങിയിട്ട് സ്റ്റാഫ് അത് കണ്ടു. അയാൾക്കത് സംശയം തോന്നിയിട്ട് അയാൾ അവിടെ രത്തിക്കും വാർത്തുണ്ടായിരുന്നു. അവരോട് പോയി പറഞ്ഞു. അവരപ്പം തന്നെ ത്രിലോകിനെ വിളിച്ച് ഫയലൊക്കെ എന്തെങ്കിലും ചോദിച്ചു. അപ്പോൾ ത്രിലോക് പറഞ്ഞത് ക്യാബിനുണ്ട്. പിന്നെ അവർ ക്യാബിനിൽ കയറി അവിടേക്ക് അന്വേഷിച്ചിട്ട് ഫയൽ കിട്ടിയില്ല. പിന്നെ CCTV എടുത്ത് നോക്കിയപ്പോൾ അതും കട്ട് ചെയ്തിട്ടേക്കും. അപ്പം തന്നെ അവർക്കെല്ലാം മനസ്സിലായി. പിന്നെ അവരപ്പം തന്നെ വിളിച്ച് പോലീസിനെ അറിയിച്ചു. അപ്പം തന്നെ പോലീസ് വന്നായിരുന്നു. ഓഫീസൊക്കെ അന്വേഷിച്ചു. മനുഷ്യൻ ലിയയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സാധനം അവിടെ തന്നെ ഉണ്ടായിരുന്നു. രാത്രിയാണ് ലിയനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവൾ സമ്മതിച്ചു അവൾ തന്നെ ഇത് ചെയ്തതെന്നും പിന്നെ ഏത് കമ്പനിക്കാണ് ഇത് വിൽക്കാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ. അവളിതുവരെ സമ്മതിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൾ വിൽക്കാൻ ഉദ്ദേശിച്ച കമ്പനിക്കാർ അവരിത് സമ്മതിച്ചിട്ടുണ്ട്. കിങ്സില്ലേ, അവർക്ക് അവളെ വിൽക്കാനിരുന്നത്. അവർ സമ്മതിച്ചു. ഇന്ന് 10 മണിക്ക് അവൾ അവർക്ക് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം സ്റ്റേഷനിലേക്ക് ത്രിലോകിനെ വാർഡിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദേവേട്ടനും അവരുടെ കൂടെ അങ്ങ് പോയതാ. ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം നല്ലതിന്ന് വെച്ചാൽ മതി. ഇന്നലെ രാത്രി ഇതെല്ലാം കൂടെ ചെയ്ത് കൂട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. പക്ഷെ രാത്രി കൊണ്ട് എന്തൊക്കെയാ സംഭവിച്ചത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം പറഞ്ഞത് ശരിയാട്ടോ. പ്രത്യേകിച്ച് സിത്തു, താങ്ക്സ് പറഞ്ഞ് തീരില്ലെന്ന് എനിക്കറിയാം. എടാ, നമ്മുടെ ഒരു താങ്ക്സ് സോറിയൊക്കെ ഉണ്ടോ? നമ്മളൊരാൾക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളെല്ലാവരും കാണും. അതെപ്പോഴും അങ്ങനെയായിരിക്കും. പിന്നെ നിനക്ക് ഈ കാലത്ത് താങ്ക്സ് പറയണമെങ്കിൽ അതെന്നോടല്ല, പാർത്തിനോട് പറ. അവനാ ഇതെല്ലാം ചെയ്തത്. നീ താങ്ക്സ് പറയാൻ പോവാന്ന് മാത്രം പറയല്ലേ. താങ്ക്സ്. ഞാൻ നിന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്കൊരാവശ്യം വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നതിന്. പിന്നെ സോറി പറഞ്ഞ തീരാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. നിനക്കോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നീ ക്ഷമിക്കുക. അതിന് ഞാനെപ്പോഴാണ് നിന്നെ വെറുത്തത്? നീ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യത്തും എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊരിക്കലും നിന്നെ വെറുത്തിട്ടില്ല. നീ എന്നെ വെറുത്തത്. ഗൈസ്, അതൊക്കെ വിടും. പറ, അവളുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാ ആ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തത്? അത് ഇന്നലെ അവളുടെ വീട് സെർച്ച് ചെയ്യാൻ പോയ SA ഇല്ലേ, അവനെൻ്റെ ഫ്രണ്ടായിരുന്നു. അവരുടെ ഓൾറെഡി ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ അവളുടെ ഫോണും ലാപ്ടോപ്പൊക്കെ അവൻ്റെ കയ്യിലായിരുന്നു. അതവൻ എനിക്ക് അന്നേരം തന്നെ തന്നു. അതിനകത്തുനിന്ന് എല്ലാം ഡിലീറ്റ് ചെയ്തു. അപ്പൊ ചേട്ടാ, ഇനി ഇതിന്റെ വേറെ കോപ്പികളൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പല്ലേ? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ ധാരണ. ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അവൾ ആ ജയിലിൽ നിന്ന് ഇറങ്ങാൻ കുറേ ടൈം എടുക്കും. എന്നിട്ട് അവൾ ഇതൊക്കെ പറക്കിയെടുത്തുകൊണ്ട് വന്നാൽ തന്നെ ആരും വിശ്വസിക്കാൻ പോകില്ല. നമ്മളോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് അവൾ ഉണ്ടാക്കിയ ഒരു ഫേക്ക് വീഡിയോ, ഫേക്ക് ഫോട്ടോ ആയിട്ട് ആൾക്കാരതിനെ കാണുള്ളൂ. അതുകൊണ്ട് അത് പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോ ലിയയുടെ ശല്യം നമ്മുടെ എല്ലാവരും തലയിൽ തൊഴിലും എന്ന് പറയല്ലേ?